ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ ഭാഗവതോപാസനയിലൂടെ നേടാവുന്ന പുണ്യം അത് നാരായണീയ മധുരമായി ഭഗവാൻ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. ശ്രീമന്നാരായണീയത്തെ ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ അനുസ്മരിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. അങ്ങനെയുള്ള ശ്രീമന്നാരായണീയത്തിൽ 6-ാമത്തെ ദശകമായ വിരാട് സ്വരൂപ വർണ്ണനയിൽ 9-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം പാരായണം ചെയ്ത് നാരായണീയത്തിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം എന്ന ഗ്രന്ഥത്തിലെ ആ ഭാഗത്തെ വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിൽ പാടി സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈലാ. നാഡ്യസരിൽ സമുദയസ്തരവശ്ചരോമ ജീയാദിതം വപുര നിർവചനീയമീശ. അയി ചക്രധര തേ ക്രിയാ സംസാരചക്രം വീര്യം മഹാസുരഗണ അസ്ഥികുലാനി ശൈലാ. നാഡ്യ
സരിൽ സമുദയ രോമ തരവ ച ഹേ ഈശ അനിർവചനീയം ഇദം വപു ജീയാത് അയി ചക്രധര. ഹേ ചക്രധാരിയായിരിക്കുന്ന സുദർശനധാരിയായിരിക്കുന്ന ഭഗവാനെ, തേ ക്രിയ, അവിടുത്തെ ക്രിയകൾ, അവിടുത്തെ വ്യാപാരങ്ങൾ, സംസാരചക്രം. എന്താണ് സംസാരചക്രമാണ്. വീര്യം മഹാസുരഗണ, വീര്യം എന്ന് പറയുന്നത് പരാക്രമം, അത് മഹാസുരഗണ വമ്പിച്ച അസുരക്കൂട്ടമാണ്. അസ്ഥികുലാനി ശൈല, അസ്ഥികൾ എന്ന് പറയുന്നത് പർവ്വതങ്ങളാണ്. നാഡ്യ, നാഡീ വ്യൂഹം അല്ലെങ്കിൽ നാഡികൾ, സരിൽ സമുദയ പുഴകളാണ്. രോമ തരവഹ ച, രോമം എന്ന് പറയുന്നത് മരങ്ങളാണ്. രോമം മരം, അല്ലേ? അതേപോലെ ഹേ ഈശ, അല്ലയോ സർവശക്തനായിരിക്കുന്ന ഈശ്വര ഭഗവാനെ, അനിർവചനീയം ഇദം വപു, ഇന്ന തരത്തിൽ എന്ന് നിർവചിക്കാൻ സാധിക്കാത്ത, വിവരിക്കാനാവാത്ത, വർണ്ണനാതീതമായിരിക്കുന്ന അവിടുത്തെ ഈ വപുസ് ജീയാത്, ഈ വിശ്വരൂപം സർവോത്കർഷേണ എല്ലാ സമയത്തും വിജയിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ പല സ്ഥലത്തും ഭഗവാന്റെ ഈ രൂപത്തെ പല രീതിയിൽ ഭക്തന്മാര് വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാണാം. അപ്പം ഇവിടെ പലയിടത്തും ചില ചില ഭേദങ്ങൾ ഉണ്ടാവും ഓരോ ശ്ലോകങ്ങളിലും. അപ്പം അനിർവചനീയമാണ്, ഇന്ന പ്രകാരം എന്ന് വിവരിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം, അല്ലേ? അഗ്നിർമൂർധാ ചക്ഷുഷീ ചന്ദ്രസൂര്യൗ ദിശശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥ്വീ ഹ്യേഷ സർവഭൂതാന്തരാത്മാ ദ്യാം മൂർധാനം യസ്യ വിപ്രാ വദന്തി ഘം വൈ നാഭിശ്ചന്ദ്രസൂര്യൗ ച നേത്രേ ദിശശ്രോത്രേ വിദ്ധി പാദൗ ക്ഷിതിം ച സോചിന്യ ആത്മാ സർവഭൂതപ്രണേത എന്ന് സ്മൃതിയിലും. ആദ്യത്തെ ശ്ലോകം ശ്രുതിയില്, പിന്നത്തേത് സ്മൃതിയില്. അപ്പൊ അങ്ങനെ അനിർവചനീയമായിരിക്കുന്ന അവിടുത്തെ ദിവ്യസ്വരൂപം സർവോത്കർഷേണ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ നാരായണീയ കർത്താവ്. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈലാ നാഡ്യ സരിൽ സമുദയസ്തരവശ്ചരോമാ ജീയാദിദം വപുരനിർവചനീയമീശ. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. നാരായണ 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 നാരദാദി വന്ദിക്കുന്ന ശ്രീവാസുദേവ. അവിടുത്തെ വ്യാപാരങ്ങൾ സംസാരചക്രങ്ങളത്രേ, വീര്യമോ അസൂരക്കൂട്ടം അസ്ഥിപർവ്വതം. നാഡികളോ നദികളും രോമജാലം മരങ്ങളും സർവശക്ത നിന്റെ രൂപം അവർണ്ണനീയം. നാരായണ 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 നാരായണീയ മധുരം അർപ്പിക്കുന്നു ഞാൻ. നാരായണ 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 നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം
നാരായണ നാരായണ നാരായണ.